ജെന്നി. ഹായ്. പാറി പറന്ന് വരികയാണ് ഇങ്ങനെ. അതെ, എന്താ പുതിയ വിശേഷം? വിശേഷം ഒന്നുമില്ല, വില്ലയിലൊന്നും. എന്താ മഴ? മഴയുണ്ട്, നല്ല മഴ. പോവും വരും. ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ പെർഫോമൻസ് കണ്ടിട്ട്? എന്റെ പെർഫോമൻസോ? ആരൊന്നും പറയണില്ലേ? ഇല്ല, പറയുന്നുണ്ട്. നോർമലായിട്ട് എല്ലാരും പറയണ പോലെ. എന്താ പറയാറ്? നല്ലപോലെ പാടി. ആണല്ലേ? എന്താ സംശയം? നല്ലപോലെ പാടുന്ന കുട്ടിയല്ലേ? അപ്പൊ പിന്നെ എല്ലാരും പറയില്ലേ? സുന്ദരിയായിട്ട് പാടുന്നേ ഇന്നോ? അയ്യോ, പിന്നെയും പറഞ്ഞു. സിന്ദൂര സന്ധ്യ പറയും. അത് ശരി. എനിക്ക് മനസ്സിലാത്തതേ, ഈ സിന്ദൂര സന്ധ്യ പറയുന്നത് അയ്യോ കഷ്ടമായി പോയെന്ന് പറഞ്ഞു. അതെന്താണ്? അല്ലല്ല, ഞാൻ പാട്ട് പറഞ്ഞു. സിന്ദൂര സന്ധ്യ പറയൂ, കഷ്ടല്ല, നല്ല രസാ. അത്ര കഷ്ടപ്പെട്ടതിനാ ഒരു പാട്ട് സെലക്ട്? ഇല്ല, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നല്ല പാട്ടാ. നല്ല പാട്ടാണോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇവര്. മധു കേട്ടിട്ടുണ്ടോ? ഞാനും ഈ പറഞ്ഞ പോലെ അതിന് അത്ര വലിയ പരിചയമില്ല. എനിക്ക് അത്ര നല്ല പാട്ടാ? നല്ല പാട്ടാ. ആണോ? നല്ല പാട്ടാ. ഞാൻ അധികം കേട്ടിട്ടില്ല ആ പാട്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്. ഒന്ന് പാടി, നോക്കട്ടെ, ഒരു ലൈൻ പാടിയേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇങ്ങനെയാണോ? സിന്ദൂര സന്ധ്യേ. ഓ, എന്തൊരു കേൾക്കാത്തൊരു പാട്ടിങ്ങനെ പാടാൻ പറ്റില്ല. ഞാൻ ഗസ് ചെയ്ത് നോക്കിയതാ. ഇനി കേട്ടാലോ ജനീലിയെ കുട്ടി പാടുന്നത്? ഡീറ്റെയിൽസ്. സിനിമ ദീപയോ? ദീപസ്തംഭം മഹാശ്ചര്യം. വർഷം 1999. മ്യൂസിക് മോഹൻ സിത്താര സർ. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ. പാടിയത് ചിത്രമ്മ. ഇതില് വേറെ നല്ല നല്ല പാട്ടുകളുണ്ട്. കേട്ടിട്ടുണ്ടോ ഈ സിനിമയില്? ഇല്ല, അധികം. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു ആ പാട്ടുണ്ട്. എന്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി. എല്ലാ പാട്ടുകളും ഉഗ്രൻ ഹിറ്റ്സ്, സൂപ്പർ ഹിറ്റ് സോങ്സ് ആയിരുന്നു ഈ സിനിമയിലെല്ലാം. അപ്പൊ നമുക്ക് സിന്ദൂര സന്ധ്യയെ കൂടി ചോദിക്കാനുണ്ട്. ഈ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ എന്താ? അത് എനിക്കും പണം കിട്ടണം. അതിന്റെ അർത്ഥം മനസ്സിലായി. ദീപസ്തംഭം മഹാശ്ചര്യം. ദീപ പേരില്ലല്ലേ? ദീപ പേരല്ല, അത് സ്തംഭിച്ച് നിൽക്കുന്ന ദീപ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. മഹാ ഐശ്വര്യം. ഈ സ്തംഭം എന്ന് പറഞ്ഞ തൂണാണ് എന്ന് വെക്കാം. അപ്പൊ ദീപ എന്ന പേരുള്ള സ്തംഭം. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ സ്തംഭിച്ച് നിൽക്കുന്ന ദീപ. ഓക്കെ, പാടിക്കും. പാടി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞു തരുന്നു. അതെന്തായിരുന്നു? ഓൾ ദി ബെസ്റ്റ്. രാവിന്റെ മാ
മാറൻ ചുംബിച്ച മന്ദാരവല്ലിയിൽ മിഴിനീർ മുകുളങ്ങളോ അതോ കവിയും കഥനങ്ങളോ ആട്ടവിളക്കിന്റെ ഇടറുന്ന നാളത്തിൽ നടനിന്നുമൊരു പാവയോ വിധി ചലിപ്പിക്കും വെറും പാവയോ സിന്ദൂര സന്ധ്യേ പറയൂ നീ പകലിനെ കൈവെടിഞ്ഞോ അതോ രാവിന്റെ മാറിലടിഞ്ഞോ നിൻ പൂങ്കവിളും നനഞ്ഞോ സിന്ദൂര സന്ധ്യേ പറയൂ നീ പകലിനെ കൈവെടിഞ്ഞോ നീ പകലിനെ കൈവെടിഞ്ഞോ നൈസ് നൈസ് വെരി ഗുഡ്. നൈസ് മോളെ. താങ്ക് യു. പ്രീസൺ ആൻഡ് ജെനിലിയ, എന്താ ഈ പാട്ടിന് ഒരു രാഗം ചെറുതായിട്ട് രാഗഛായ വരുന്നുണ്ട്. അത് ദർബാറി കാനഡ എന്ന് പറഞ്ഞ രാഗത്തിന്റെ സ്ട്രെയിൻസ് ആണ് വരുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പക്കഡ് എന്ന് പറയും. എന്താണ് പക്കഡ് പക്കഡ്? പക്കഡ് എന്ന് പറഞ്ഞാൽ പിടി. പിടിക്കുക. പിടിക്കുക. ആ, നമ്മൾ ആ രാഗത്തിനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയല്ല, സ്നേഹത്തിൽ പിടിക്കുക. അതാണ് പക്കട്ട് എന്ന് പറയാം. അപ്പോ സാധാരണ രീതിയിൽ ഈ നിസരേ സദാ നിനിസാ അങ്ങനെ അതല്ലേ പകലിനെ കൈവെടിഞ്ഞ സത്യം ശിവം സുന്ദരം. ഇങ്ങനെ ഈ പല പാട്ടുകളുണ്ട്. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ നിസരേ സദ നിനിസ അല്ലേ ദേവന് കേ പതീന്ദ്ര. ഇതെല്ലാം നിസരി സദ നിനിസ. എന്താണ് നിസരിസ ധനീസ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അതിനെ പകഡ് ചെയ്ത് ഇവിടെ വെച്ചോളൂ. ഓക്കെ. ഓക്കെ. ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടുമ്പോ ദർബാറി കാനഡയിലോട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ദർബാറി കാനഡ നമ്മളിലേക്ക് വരും. സോ ആൻഡ് ജെനിലിയ പ്രൈസൺ ഗോയിങ് ടു ബി awarded 97 on 100. താങ്ക് യു. സന്ധ്യേ പറയൂ എല്ലാം മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ചോദിക്കുന്നതിനോട്. All the best. ടാറ്റാ, ടാറ്റാ. Good night. Good night.